For our today's meditation, let us turn our Bibles to Psalms 27:14. ഇന്നത്തെ ധ്യാനത്തിനായി നമ്മുടെ വിശുദ്ധ വേദപുസ്തകം 27-ാം സങ്കീർത്തനം അതിന്റെ 14-ാം വാക്യത്തിലേക്ക് തിരിക്കാം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. Wait on the Lord, be of good courage, and he shall strengthen thine heart. Wait, I say, on the Lord. We are living in a very fast world. നാം വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാകുന്നുവല്ലോ ജീവിക്കുന്നത്. Drastic changes happening every day. തീവ്രമായ വ്യതിയാനങ്ങൾ, മാറ്റങ്ങൾ ദിവസം തോറും സംഭവിക്കുന്നു. Technologies are increasing. ശാസ്ത്രീയപരമായി വളരെ പുരോഗതിയുണ്ട്. Science advancing so much every day. ഓരോ ദിവസം നോക്കുമ്പോൾ ശാസ്ത്രവും വർദ്ധിച്ചു വരുന്നു, പുരോഗമിക്കുന്നു. It changes everything around us. നമ്മുടെ ചുറ്റുമുള്ള സകല കാര്യങ്ങളിലും അതിന് മാറ്റം കൊണ്ടുവരുന്നു. We too adopt with that quickly. നാമും അതോട് വേഗത്തിൽ പൊരുത്തപ്പെടുന്നു. We have to depend on that. നാം അതിൽ ആശ്രയിക്കേണ്ടിയും വരുന്നു. We learn and we quickly adopt with that. നാം അത് പഠിച്ചെടുക്കുന്നു, നാം അതോട് പൊരുത്തപ്പെടുന്നു. Because of that, in our character also many changes happens. അതുമൂലം നമ്മുടെ സ്വഭാവത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. We not able to wait for God. ദൈവത്തിനു വേണ്ടി കാത്തിരിപ്പാൻ അതുകൊണ്ട് കഴിയുന്നില്ല. Few things we have to wait anyhow. എങ്ങനെയായിരുന്നാലും ചില വിഷയങ്ങൾക്ക് വേണ്ടി നാം കാത്തിരുന്നേ മതിയാകും. Certain things quickly we can get. ചില കാര്യങ്ങൾ വേഗത്തിൽ നമുക്ക് നേടിയെടുപ്പാൻ കഴിയും. Communication system, transportation, like that so many things are advanced. We can use it. യാത്രാ സൗകര്യങ്ങൾ മാത്രമല്ല, വാർത്താവിനിമയ രംഗത്ത് വളരെ പുരോഗതികളെല്ലാം ഉണ്ട്. അതുകൊണ്ട് നമുക്കത് വേഗത്തിൽ ഉപയോഗിക്കാൻ കഴിയും. But to get a job, എന്നാൽ ഒരു ജോലി നേടിയെടുക്കുവാൻ, or enter into marriage life, അല്ലെങ്കിൽ ഒരു വിവാഹ ജീവിതത്തിൽ പ്രവേശിപ്പാൻ, or to complete a course, അല്ലെങ്കിൽ വിദ്യാഭ്യാസം, അതിൽ ഒരു പഠിത്തം, ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാൻ, some they have to wait for children also. ചിലരാകുന്നുവെങ്കിൽ കുഞ്ഞുങ്ങൾക്കായും കാത്തിരിക്കേണ്ടി വരുന്നു. They have to wait for healing, രോഗസൗഖ്യത്തിനായും കാത്തിരിക്കേണ്ടി വരുന്നു. deliverance, വിടുതലിന് വേണ്ടി, miracles, അത്ഭുതങ്ങൾക്ക് വേണ്ടി. certain things they have to wait anyhow. എങ്ങനെയായിരുന്നാലും ചില കാര്യങ്ങൾക്കായി കാത്തിരുന്നേ മതിയാകും. In that they cannot hasten or they cannot fast it. അതിൽ അവർക്ക് അത് ദ്രുതഗതിയിലാക്കുവാൻ നിവൃത്തിയില്ല. Certain things are not at all in our control. ചിലതാകുന്നുവെങ്കിൽ നമ്മുടെ നിയന്ത്രണത്തിന് കീഴിലേ അല്ല. In this place, many, because they have not trained up for waiting, they are losing many of their blessings. ഈ അവസ്ഥയിൽ പലരും കാത്തിരിപ്പാൻ പഠിക്കാത്തത് കൊണ്ട് തന്നെ അവർക്കുള്ള അനുഗ്രഹങ്ങൾ അവർ നഷ്ടപ്പെടുത്തി കളയുന്നു. That patience, waiting, it is missing in their life. അവരുടെ ജീവിതത്തിൽ ആ കാത്തിരിപ്പ, സഹിഷ്ണുത ഇല്ലാതെ കാണപ്പെടുന്നു. In days we have come. അന്ത്യനാളിൽ നാം വന്നെത്തിയിരിക്കുന്നു. In Luke the Gospel chapter 21:19 when we read, ലൂക്കോസ് എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം നാം വായിക്കുമ്പോൾ, here Jesus himself told unto his disciples, ഇവിടെ യേശു തന്നെ തന്റെ ശിഷ്യന്മാരോട് പ്രകാരമാകുന്നു പറയുന്നത്, in your patience possess your souls. നിങ്ങൾ ക്ഷമ കൊണ്ട് അല്ലെങ്കിൽ സഹിഷ്ണുത കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും. In English, possess your souls. ഇംഗ്ലീഷിൽ ഇപ്രകാരമാകുന്നു എഴുതിയിരിക്കുന്നത്, നിങ്ങൾ പ്രാണനെ നേടും അല്ലെങ്കിൽ കൈവശമാക്കും. You have to keep it tight. അല്ലെങ്കിൽ നിങ്ങൾ ദൃഢതയോടുകൂടെ അത് കയ്യിൽ വെക്കണം. This possess generally used for double possessed. പൊതുവായി പറയുമ്പോൾ ഭൂതഗ്രസ്തർ അങ്ങനെ, അല്ലെങ്കിൽ അത് പിശാചാവൻ കൈയടക്കി വെച്ചിരിക്കുന്ന അർത്ഥത്തിലാകുന്നു ആ വാക്ക് ഉപയോഗിക്കാറുള്ളത്. When it possess, it doesn't want to give it up. അത് അങ്ങനെ കൈയടക്കി വെച്ചതിന് ശേഷം പിന്നെ വിട്ടുകളയുവാൻ അതിന് ആഗ്രഹമില്ല. And so to cast out the demon, much effort we have to take. അതുകൊണ്ട് പിശാചിനെ തുരത്തിക്കളയുവാൻ അധികം പ്രയത്നം നാം എടുക്കണം. And that possessment, it is a very peculiar word. കൈവശമാക്കൽ അല്ലെങ്കിൽ അത് ദൃഢമായി വെക്കുക എന്ന പ്രത്യേക പദം അതിന് വളരെ സവിശേഷതയുള്ള ഒരു പദമാകും. It is used for our souls. We have to possess our soul. നമ്മുടെ പ്രാണൻ അങ്ങനെ കൈവശമാക്കി വെക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. Otherwise, our soul can miss from our life. അല്ലെങ്കിൽ പ്രാണൻ നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ കയ്യിൽ നിന്നും നിയന്ത്രണം വിട്ടുപോകും എന്നർത്ഥം. Or we can't finally keep it in our control and we can't keep our soul for spiritual life. അല്ലെങ്കിൽ നമ്മുടെ പ്രാണനെ നമ്മുടെ നിയന്ത്രണത്തിൽ കീഴ്വാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിന് വേണ്ടി അത് സൂക്ഷിപ്പാൻ കഴിയുകയില്ല എന്നാകുന്നു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. In Hebrews chapter 2 verse 1 when we read, ഇബ്രായ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം നാം വായിക്കുമ്പോൾ, therefore we ought to give the more earnest heed to the things which we have heard, lest any time we should let them slip.
അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. Whatever we had, it can slip out of our hand. നാം കേട്ടത് നമ്മുടെ കയ്യിൽ നിന്നും ഏത് സമയവും വഴുതി പോവാൻ അവസരങ്ങളുണ്ട്. We too slip from the presence of God. മാത്രമല്ല നാമും ദൈവസന്നിധിയിൽ നിന്ന് വഴുതി പോവാൻ അവസരങ്ങളുണ്ട്. So that only we have to keep or possess our soul very tightly. അതുകൊണ്ട് നമ്മുടെ പ്രാണനെ നാം തന്നെ നമ്മുടെ കയ്യിൽ കൈവശമാക്കി നല്ല ദൃഢതയോടുകൂടെ വെക്കണം. We cannot hasten up God. We cannot speed up God. ദൈവത്തെ വേഗത്തിൽ എന്തെങ്കിലും പ്രവർത്തിപ്പിക്കാൻ തക്കവണ്ണം നമുക്ക് കഴിയുകയില്ല. Certain things he will do in his time. ചില കാര്യങ്ങൾ ദൈവം തന്റെ സമയത്തിൽ മാത്രമേ ചെയ്യുകയുള്ളൂ. In his time when he does, it will be a beautiful thing. അവൻ തന്റെ സമയത്ത് തന്റെ പ്രവൃത്തി നിവർത്തിക്കുമ്പോൾ അത് ഏറ്റവും മനോഹരമായിരിക്കും. So for his time we have to wait or we have to adjust with that we have to train up. അതുകൊണ്ട് അവന്റെ സമയത്തിനായി കാത്തിരിപ്പാൻ അല്ലെങ്കിൽ അതിനോട് പൊരുത്തപ്പെടുവാൻ നാം നമ്മെ തന്നെ അഭ്യസനത്തിൽ കൊണ്ടുവരണം. In that keyword we have read, നാം വായിച്ച ആദ്യത്തെ ആ വാക്യത്തിൽ wait on the Lord. യഹോവയ്ക്കായി കാത്തിരിക്കുക, Be of good courage. ധൈര്യമായിരിക്കുക, He shall strengthen thy heart. നിന്റെ ഹൃദയത്തെ അവൻ ബലപ്പെടുത്തും. Wait, I say, on the Lord. അതേ യഹോവയെങ്കിൽ തന്നെ പ്രത്യാശ വയ്ക്കുക അല്ലെങ്കിൽ കാത്തിരിക്കുക. David practiced looking into his soul and said, wait for God, wait for God, wait for God. ദാവീദ് തന്റെ പ്രാണനോട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ ഇപ്രകാരം ഒരു അഭ്യസനത്തിൽ വന്നു ചേർന്നു, പ്രാണനെ നീ ദൈവത്തിനായി കാത്തിരിക്കുക. You wait for God. നീ ദൈവത്തിനായി കാത്തിരിക്കുക. He has promised, he will do that. അവനത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നുവല്ലോ, അതവൻ നിവർത്തിക്കും. I have prayed, he will answer it. ഞാൻ പ്രാർത്ഥിച്ചിരിക്കുന്നു, അവൻ അതിന് ഉത്തരം തരും. I believed, definitely he will do. ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, തീർച്ചയായും അവൻ അപ്രകാരം In ചെയ്യും. these days, we have to train our soul in that way. ഈ നാളുകളിൽ നമ്മുടെ ആത്മാവിനെ നാം അപ്രകാരം അഭ്യസിപ്പിക്കണം. We have to keep it waiting, and for waiting, how to wait for God, we have to practice it. നാം ദൈവത്തിനു വേണ്ടി കാത്തിരിക്കണം. അതെങ്ങനെ കാത്തിരിക്കണമെന്ന് നാം തന്നെ അഭ്യസിക്കണം. He doesn't say, wait for God, immediately he will answer your prayer. നീ ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുക, അങ്ങനെയെങ്കിൽ ഉടനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും എന്നല്ല അവൻ പറയുന്നത്. Wait for God, he will strengthen your heart. നീ ദൈവത്തിനായി കാത്തിരിക്കുക, നിന്റെ ഹൃദയത്തെ അപ്പോൾ അവൻ ബലപ്പെടുത്തും. First of all, when we wait for God, what he does, he strengthens our heart. ഒന്നാമതായി നാം ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അവൻ എന്താകുന്നു ചെയ്തത്? അവൻ നമ്മുടെ ഹൃദയത്തെ ബലപ്പെടുത്തുന്നു. Or he strengthens our inner man. അല്ലെങ്കിൽ നമ്മുടെ ആന്തരിക മനുഷ്യനെ അവൻ ബലപ്പെടുത്തുന്നു. In these days, our inner man must be strengthened. ഈ നാളുകളിൽ നമ്മുടെ ആന്തരിക മനുഷ്യൻ ബലപ്പെട്ടിരിക്കണം. But our prayers are connected with our answers. എന്നാൽ നമ്മുടെ പ്രാർത്ഥനകൾ മിക്കതും ഉത്തരങ്ങളുമായി ബന്ധപ്പെടുത്തിയാകും. Our waiting is connected with answers. നമ്മുടെ ഉത്തരങ്ങളുമായി ബന്ധപ്പെടുത്തിയാകും നമ്മുടെ കാത്തിരിപ്പ്. I am waiting, God must answer my prayer. ഞാൻ കാത്തിരിക്കുന്നു, ദൈവം എനിക്ക് ഉത്തരം തരണം. I am praying, this I must get. ഇത് ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവം എനിക്കിത് നൽകി തരണം. But what God does, എന്നാൽ ദൈവം എന്ത് ചെയ്യുന്നു? first of all, when he waits in his presence, he strengthens our heart, make it strong. നാം ദൈവസന്നിധിയിൽ അവന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഒന്നാമതായി അവൻ നമ്മുടെ ഹൃദയത്തെ ബലപ്പെടുത്തുന്നു, അത് ശക്തിയുള്ളതാക്കി മാറ്റുന്നു. Every day morning we have to wait in the presence of God. ഓരോ ദിവസവും രാവിലെ തോറും നാം ദൈവസന്നിധിയിൽ കാത്തിരിക്കണം. When we go to the presence of God, what he will give? ദൈവസന്നിധിയിലേക്ക് നാം കടന്നു പോകുമ്പോൾ അവൻ എന്ത് നമുക്ക് And തരുന്നു? first of all, he gives grace. ഒന്നാമതായി അവൻ കൃപ നൽകി തരുന്നു. What grace does? എന്താകുന്നു കൃപ ചെയ്യുന്നത്? That will strengthen our heart. അത് നമ്മുടെ ഹൃദയത്തെ ബലപ്പെടുത്തുന്നു. For throughout the day, our heart to be preserved, our soul to be preserved, God strengthen early morning itself. ദിവസം മുഴുവനും നമ്മുടെ ഹൃദയത്തെ സൂക്ഷിപ്പാൻ, നമ്മുടെ ആത്മാവിനെ സൂക്ഷിപ്പാൻ നന്നാ രാവിലെ ദൈവം അതിനെ ബലപ്പെടുത്തുന്നു. We are not doing magic on early morning. രാവിലെ ഏതെങ്കിലും തരത്തിലുള്ള മായാജാലമല്ല നാം ചെയ്യുന്നത്. We go pray and we bring answer throughout the day. That answers in that we don't go. രാവിലെ പോയി പ്രാർത്ഥിക്കുന്നു, ഉടനെ ഉത്തരം ലഭിക്കുന്നു, ഉത്തരം മുഖാന്തരമായ ദിവസം ഉടനീളം നാം ജീവിക്കുന്നു. അങ്ങനെയല്ല. But when we go to the presence of God and wait, he strengthens our heart. നാം രാവിലെ ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുമ്പോൾ അവൻ നമ്മുടെ ഹൃദയത്തെ ബലപ്പെടുത്തുകയാകും ചെയ്യുന്നത്. Our heart is so weak. നമ്മുടെ ഹൃദയം ഏറ്റവും ബലഹീനമാകും. Our inner man is so weak. നമ്മുടെ ആന്തരിക മനുഷ്യനും ഏറ്റവും ബലഹീനൻ. In other words, the things happening around us that can weaken our heart so badly. അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തെ അധികം ബലഹീനമാക്കുവാൻ കഴിയുന്നതാകും. It can break our heart. നമ്മുടെ ഹൃദയത്തെ ഉടച്ചു കളവാൻ, It can destroy our life. നമ്മുടെ ജീവിതത്തെ തന്നെ നശിപ്പിക്കാൻ And കഴിയും. such things are happening day after day. അങ്ങനെ ദൈനംദിനം ഇങ്ങനെയുള്ള കാര്യങ്ങളാകുന്നുവല്ലോ സംഭവിക്കുന്നത്. Whatever we see here, it is a heart-rending things. നാം കാണുന്നതും നാം കേൾക്കുന്നതുമായ കാര്യങ്ങളൊക്കെയും
ഹൃദയഭേദകമായ കാര്യങ്ങളാകുന്നു. But in these days, we have to give exercise unto our heart and make it stronger. എന്നാൽ ഈ നാളുകളിൽ നമ്മുടെ ഹൃദയത്തിന് നാം വേണ്ട അഭ്യസനം കൊടുത്ത് അതിനെ ബലപ്പെടുത്തണം. That is our inner man. അത് നമ്മുടെ ആന്തരിക മനുഷ്യൻ തന്നെ. Till the very end, it must be very stronger. അന്ത്യത്തോളം അത് ഏറ്റവും ബലമുള്ളതായി കാണപ്പെടണം. We are called to inherit immovable kingdom. നാം ഇളകിപ്പോകാത്ത രാജ്യം അവകാശമാക്കുവാൻ വിളിക്കപ്പെട്ടവരാകുന്നു. We who are going to inherit that immovable kingdom, we must be immovable. ഇളകാത്ത രാജ്യം പ്രാപിക്കാൻ പോകുന്നവരായ നാം ഇളകാത്തവരായി കാണപ്പെടണം. So, whatever movable things that won't be stable forever. ഇളകിപ്പോകുന്ന കാര്യങ്ങൾ ഒരിക്കലും സ്ഥിരതയുള്ളതല്ല, അത് എന്നേക്കും നിലനിൽക്കുകയില്ല. Whatever things immovable, that will inherit the immovable kingdom. ഇളകാത്ത കാര്യം മാത്രമേ ഇളകാത്ത രാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയുള്ളൂ. So, we have to come to the throne of God. അതുകൊണ്ട് ദൈവസിംഹാസനത്തിന്റെ അടുക്കിലേക്ക് നാം We വരണം. have to come to the presence of God. ദൈവസന്നിധിയിലേക്ക് നാം കടന്നു വരണം. We have to seek the face of God. ദൈവത്തിന്റെ മുഖത്തെ നാം അന്വേഷിക്കണം. We have to wait upon the presence of the Lord eagerly. നാം വളരെ കരുതലോടെ ജാഗ്രതയോടെ ദൈവസന്നിധിയിൽ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണം. We have to present our matters to God. നമ്മുടെ വിഷയങ്ങളൊക്കെ ദൈവസന്നിധിയിൽ നാം ബോധിപ്പിക്കണം. In return, answer is not that much important, but how our heart is strengthened, that is important. അതിനുള്ള ഉത്തരമല്ല പ്രധാനപ്പെട്ട വിഷയം, എന്നാൽ നമ്മുടെ ഹൃദയം എത്രത്തോളം ബലപ്പെട്ടു എന്നതാകുന്ന വിഷയം. With the faith, we have to wait. നാം വിശ്വാസത്തോടെ കാത്തിരിക്കണം. My God hears my prayer. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നു. First of all, when we wait, He will strengthen our heart. ഒന്നാമതായി നാം ദൈവത്തിനായി കാത്തിരിക്കുമ്പോൾ അവൻ നമ്മുടെ ഹൃദയത്തെ ബലപ്പെടുത്തുന്നു. Second, when we wait, He hears our prayer. രണ്ടാമതായി നാം അവന് വേണ്ടി കാത്തിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന അവൻ കേൾക്കുന്നു. That is another important thing. അതും ഒരു പ്രധാനപ്പെട്ട വിഷയം. Whether He answers sooner or later, അവൻ പെട്ടെന്നോ അല്ലെങ്കിൽ താമസിച്ചോ ഉത്തരം നൽകിയാലും, like a miracle or in His time, let Him answer. But we have to understand, He hears my prayer. അവനൊരു അത്ഭുതം പെട്ടെന്ന് തന്നെ ചെയ്യട്ടെ, അല്ലെങ്കിൽ അവന്റെ സമയത്ത് അത് ചെയ്യട്ടെ, നാം മനസ്സിലാക്കേണ്ട വിഷയം അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നാകുന്നു. Psalms 41, when we read, 40-ാം സങ്കീർത്തനം അതിന്റെ 1-ാം വാക്യം നാം വായിക്കുമ്പോൾ, here David explains his experience. ഇവിടെ ദാവീദ് തന്റെ അനുഭവത്തെ വിവരിച്ചു പറയുകയാണ്. I waited patiently for the Lord. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. He inclined unto me and heard my cry. അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. I prayed, He inclined His ear and heard me. ഞാൻ അവനോട് പ്രാർത്ഥിച്ചു, അവൻ അവന്റെ ചെവി ചായ്ച്ച് എന്റെ പ്രാർത്ഥന കേട്ടു. I told everything to God. ഞാൻ സകലവും ദൈവത്തോട് പറഞ്ഞു. He heard it. അവൻ കേട്ടിരിക്കുന്നു. I know He heard it. എനിക്കറിയാം അവൻ കേട്ടിരിക്കുന്നു. Definitely, whatever I have prayed, it has gone to the presence of God. തീർച്ചയായും ഞാൻ പ്രാർത്ഥിച്ച സകല വിഷയങ്ങളും ദൈവസന്നിധിയിലേക്ക് ചെന്നിരിക്കുന്നു. That confidence we must get. ആ ധൈര്യം ഉറപ്പ് നമുക്കുണ്ടാകണം. I told He will answer in His time beautifully. ഞാൻ പറഞ്ഞു, തന്റെ സമയത്ത് അവൻ മനോഹരമായി ആ കാര്യം നിവർത്തിക്കും. Thirdly, മൂന്നാമതായി He will answer it. അവൻ അതിന് ഉത്തരം തരും. Proverbs 13:12, when we read, സദൃശ്യവാക്യങ്ങൾ 13-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം നാം വായിക്കുമ്പോൾ, hope deferreth makes the heart sick, but when the desire cometh, it is a tree of life. ആശാ വിളംബനം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു, ഇച്ഛാനിവൃത്തിയോ ജീവവൃക്ഷം തന്നെ. When we wait, it will make our heart sick. അല്ലെങ്കിൽ നമ്മൾ കാത്തിരിക്കുമ്പോൾ അത് ഹൃദയത്തിന് ഒരു തരത്തിലുള്ള രോഗത്തെ അല്ലെങ്കിൽ അതിനൊരു ദുഃഖത്തെ ഉളവാക്കുന്നു. In Tamil, it is written, when we wait, it makes a person sick. തമിഴ് ഇപ്രകാരമാകുന്നു എഴുതിയിരിക്കുന്നത്, ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ അതൊരു വ്യക്തിയെ രോഗി അല്ലെങ്കിൽ രോഗത്തിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നുവെന്ന്. But when the desired thing come, it is like a tree of life. എന്നാൽ ഇച്ഛാനിവൃത്തിയോ ജീവവൃക്ഷം തന്നെ. In Psalms 123:2, David speaks about this experience. 123-ാം സങ്കീർത്തനം അതിന്റെ 2-ാം വാക്യത്തിൽ ദാവീദ് വീണ്ടും ഈ അനുഭവത്തെ കുറിച്ച് അവിടെ പറയുന്നു. As the eyes of the servants look unto the hands of their masters, and the eyes of the maidens unto the hands of the mistress, so our eyes wait upon the Lord our God, until that He have mercy upon us. ദാസന്മാരുടെ കണ്ണ് യജമാന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയെങ്കിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. We are praying, നാം പ്രാർത്ഥിക്കുന്നു, waiting, കാത്തിരിക്കുന്നു, until He shows compassion, mercies, till the time we look unto Him. കൃപ ചെയ്യുവോളം, അവൻ നമ്മോട് കരുണ കാണിക്കുവോളം നാം അവങ്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. Waiting till the time we get answer from God. അല്ലെങ്കിൽ ദൈവത്തിന് നമുക്ക് ഉത്തരം ലഭിക്കുവോളം ദൈവത്തിലേക്ക് In നോക്കിക്കൊണ്ടിരിക്കുന്നു. these days, we have to practice this experience. ഈ അനുഭവത്തെ ഈ നാളുകൾ നാം അഭ്യസിക്കണം. First of all,
In prayer, we have to wait. ഒന്നാമതായി പ്രാർത്ഥനയിൽ നാം കാത്തിരിക്കണം. In Habakkuk chapter 2 verse 1, when we read, ഹബക്കൂക്ക് പ്രവാചക പുസ്തകം 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, I will stand upon my watch and set me upon the tower and watch to see what he will say unto me and what I shall answer when I approved. ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തരുളി ചെയ്യുമെന്ന് എന്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടു എന്ന് കാണേണ്ടതിന് ദൃഷ്ടിവെക്കും. Yes, I am waiting in his presence. അതെ, ഞാൻ അവന്റെ സന്നിധിയിൽ കാത്തിരിക്കുന്നു. What he will say. എന്താകുന്നു അവൻ ഉത്തരം തരുവാൻ പോകുന്നത് എന്നത്. What will be the answer from his presence. അല്ലെങ്കിൽ അവന്റെ സന്നിധിയിൽ നിന്ന് കടന്നു വരുന്ന ഉത്തരം എന്തായിരിക്കും എന്നതിനെ കുറിച്ച്. For that I will watch or I will wait. അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കും. Many times we think prayer means telling everything to God and get things immediately and run away. നാം പലപ്പോഴും ഇങ്ങനെയാകുന്നു ചിന്തിക്കുന്ന പ്രാർത്ഥന എന്ന് വെച്ചാൽ നമ്മുടെ സകല വിഷയങ്ങളും ദൈവത്തോട് പറയുക, ഉടനെ ദൈവം അതിന് ഉത്തരം തരും, പിന്നീട് നമുക്ക് അവിടെ നിന്നും ഓടിപ്പോകാമെന്ന്. Or 10 minutes, 15 minutes, half an hour, we have to tell everything and immediately some answer will come, immediately take it and go. അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 15 30 മിനിറ്റോളം ദൈവസന്നിധിയിൽ സകല വിഷയങ്ങളും നമ്മൾ ദൈവത്തോട് പറയുക, ഉടനെ എന്തെങ്കിലും ഉത്തരം ദൈവം തരും, അതും എടുത്തുകൊണ്ട് പിന്നീട് പുറപ്പെട്ടു പോകുക എന്നാകും നാം ചിന്തിക്കുന്നത്. But we don't practice that experience of waiting. എന്നാൽ ആ കാത്തിരിപ്പിന്റെ അനുഭവം നാം അഭ്യസിക്കാറില്ല. And what he will say. എന്താകുന്നു അവൻ പറയാൻ പോകുന്നതെന്ന്. I have said my matter. എന്റെ വിഷയങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. Half an hour I told. ഞാൻ അരമണിക്കൂർ നേരം പറഞ്ഞു. So what he will answer. എന്താകുന്നു അതിന് ഉത്തരം തരുവാൻ പോകുന്നത്. For that we are not waiting. അതിനുവേണ്ടി നാം കാത്തിരിക്കുന്നില്ല. What we say. എന്താകുന്നു നാം I പറയുന്നത്. am praying. ഞാൻ പ്രാർത്ഥിക്കുന്നു. Every day I am praying. എല്ലാ ദിവസവും I പ്രാർത്ഥിക്കുന്നു. told my matters. എന്റെ വിഷയങ്ങളൊക്കെയും പറഞ്ഞു. But did you wait till he spoke to you or answered you? നിന്നോട് സംസാരിക്കുവോളം അല്ലെങ്കിൽ ഉത്തരം തരുവോളം നീ അവിടെ തന്നെ കാത്തിരുന്നു. We have to wait patiently. നാം സഹിഷ്ണുതയോടെ കാത്തിരിക്കണം. Lord, speak, thy servant heareth. ദൈവമേ നീ സംസാരിക്കണമേ, നിന്റെ ദാസൻ കേൾക്കുന്നു. This is the secret Samuel learned in his very childhood. ഇതാകുന്നു ശമൂവേൽ തന്റെ ബാല്യപ്രായത്തിൽ തന്നെ പഠിച്ച ഒരു രഹസ്യം. He was a very small boy. താൻ ഏറ്റവും ചെറിയൊരു ബാലനായിരുന്നു. God called him ദൈവം തന്നെ വിളിച്ചു. once, ഒരിക്കൽ, twice, 2 വട്ടം, thrice. 3 വട്ടം. He did not understand it is God. എന്നാലോ തനിക്കത് യഹോവയാ ദൈവമാകുന്നു വിളിക്കുന്നത് മനസ്സിലായില്ല. He went to the presence of Eli and asked him, did you call me? Did you call me? ഏലിയുടെ അടുക്കൽ കടന്നു ചെന്ന് നീ എന്നെ വിളിച്ചുവോ എന്ന് ചോദിച്ചു. Eli understood. ഏലിക്ക് മനസ്സിലായി God is calling him. ദൈവമാകുന്നു തന്നെ വിളിക്കുന്നതെന്ന്. Speak, Lord, let thy servant heareth. Like that you say. അവൻ ഇപ്രകാരം പറഞ്ഞു, യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറയാൻ പറഞ്ഞു. That was the foundation of his life. അതായിരുന്നു തന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം. Whole life he was a listener. ജീവിതനാൾ മുഴുവനും അവൻ ഒരു കേൾക്കുന്നവനായിരുന്നു. He listened from God. ദൈവത്തിൽ നിന്ന് അവൻ കേട്ടു. More than what he told to God, he listened from God. ദൈവത്തോട് പറയുന്ന എന്നതിൽ ഉപരിയായി അവൻ ദൈവം എന്ത് പറയുന്നു കേട്ടുകൊണ്ടിരുന്നു. Let God speak to me. ദൈവം എന്നോട് Let സംസാരിക്കട്ടെ. God give counsel in this matter. ഈ വിഷയത്തിൽ ദൈവം ആലോചന തരട്ടെ. According to the counsel of God, I will do. ദൈവത്തിന്റെ ആലോചനയ്ക്ക് അനുസരിച്ച് ഞാൻ ചെയ്തു കൊള്ളാം. When they asked for king, immediately he took that matter to God. അവർ രാജാവിന് വേണ്ടി അവനോട് ചോദിച്ചാൽ ഉടനെ ഈ വിഷയം അവൻ ദൈവസന്നിധിയിൽ കൊണ്ടുപോയി. Whatever problem they told, immediately he took them to God. ജനങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങൾ പറഞ്ഞുവോ ഉടനെ അത് ദൈവത്തിന്റെ അടുക്കൽ ശമൂവേൽ കൊണ്ടുപോയി. He waited in the presence of God. ദൈവസന്നിധി കാത്തിരുന്നു. Lord, you speak. കർത്താവേ നീ സംസാരിക്കണമേ. It will take hours together or days together, even months together sometime. ചിലപ്പോൾ അത് മണിക്കൂറുകൾ എടുത്തേക്കാം, ചിലപ്പോൾ ദിവസങ്ങൾ എടുത്തേക്കാം, ചിലപ്പോൾ മാസങ്ങളും എടുത്തേക്കാം. We teach our children this word. ഈ വാക്യം നാം നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു. Speak, Lord, let thy servant heareth. ദൈവമേ സംസാരിക്കണമേ, അടിയൻ കേൾക്കുന്നു. Generally, for little children, when they about to pray or when they started praying, we teach this word. പൊതുവായി കുഞ്ഞുങ്ങളൊക്കെയും പ്രാർത്ഥിപ്പാൻ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ തുടങ്ങുമ്പോൾ നാം ഈ വാക്യമാകുന്നു പഠിപ്പിക്കുന്നത്. But we don't practice it. എന്നാൽ നാം അത് നമ്മുടെ ജീവിതത്തിൽ അഭ്യസിക്കുന്നില്ല. Why? എന്തുകൊണ്ട്? We are in a very busy schedule. എന്തുകൊണ്ട് നാം തിരക്കേറിയ സാഹചര്യത്തിലാകും. We want to run here and there. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സമയം ഓടണം. Yes, morning, 20 minutes or 30 minutes, we fix a time. In the time, we go and tell, today I have inspection or this matter, that matter. Lord, you undertake everything. We commit in the hands of God, we run. രാവിലെ ഒരു നിശ്ചയിച്ച സമയം 20-30 മിനിറ്റ് ആ സമയത്തിനുള്ളിൽ തന്നെ സകല കാര്യങ്ങളും പറയും. എനിക്ക് അവിടെ പോണം, ഇവിടെ പോണം, ഈ കാര്യങ്ങളൊക്കെയും ചെയ്യണമെന്ന് പറയുന്നു. നീ ഭാരം എടുത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. In the life of Moses also, God taught this matter. മോശയുടെ ജീവിതത്തിലും ദൈവം ഈ വിഷയം അവനെ പഠിപ്പിച്ചു. In Exodus chapter 34, 2, when we read, പുറപ്പാട് പുസ്തകം
34 അധ്യായത്തിന്റെ 2 വാക്യം നാം വായിക്കുമ്പോൾ, Be ready in the morning and come up in the morning unto the Mount Sinai, നീ രാവിലെ ഒരുങ്ങി രാവിലെ തന്നെ സീനായി പർവ്വതത്തിൽ കയറുക. and present thyself there to me in the top of the mount. നീ പർവ്വതത്തിന്റെ മുകൾ എന്റെ മുമ്പിൽ നീ കടന്നു വരിക. He said, prepare yourself, come to the mount. ദൈവം പറഞ്ഞു, നീ രാവിലെ നിന്നത്തിനെ ഒരുക്കി പർവ്വതത്തിൽ വരിക. He would have thought, I can go and come back in half an hour or 1 hour, at the most in 2 hours time. താൻ വിചാരിച്ചു കാണും, കൂടി വന്നാൽ 1 മണിക്കൂറിന് അല്ലെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ എനിക്ക് പോയി കടന്നു വരാമെന്ന്. He would have said, keep the breakfast ready, I will come back. ചിലപ്പോൾ ഇങ്ങനെ പറയുവാൻ സാഹചര്യം ഉണ്ടായിരുന്നേക്കാൾ, പ്രഭാത ഭക്ഷണമൊക്കെ ഒരുക്കിക്കൊള്ളുക, Wife might have prepared a good breakfast waiting for. ചിലപ്പോൾ അതിനുള്ള ക്രമീകരണങ്ങളൊക്കെയും പങ്കാളി ചെയ്തു കാണും. He went there താൻ അവിടെ പോയി and he told everything, സകലവും താൻ ദൈവത്തോട് പറഞ്ഞു, waiting. കാത്തിരിക്കുന്നു. Nothing happened. ഒന്നും സംഭവിച്ചില്ല. Days passed by, ദിനങ്ങൾ കടന്നുപോയി, weeks passed by, മണിക്കൂറുകളും ആഴ്ചകളും കടന്നുപോയി. 10 days, 20 days, 30 days. 10, 20, 30 ദിവസം കഴിഞ്ഞു. Lord, shall I go? താവേ ഞാൻ പോകട്ടെ? Wait. ഇല്ല, കാത്തിരിക്കുക. Lord, shall I go? ദൈവമേ ഞാൻ പോകട്ടെ? Wait. ഇല്ല, കാത്തിരിക്കുക. It is evening time. ഇതിപ്പോൾ വൈകുന്നേര സമയം, Don't go. പോകണ്ട. Now it is dark. ഇപ്പോൾ ഇരുട്ടായി, Don't go. ഇല്ല പോകണ്ട. People will be waiting for me. ജനങ്ങൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. My family will be waiting for me. എന്റെ കുടുംബം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. Others would have become very tensed. മറ്റുള്ളവരൊക്കെ അധിക സമ്മർദ്ദത്തിലായി കാണും. You wait. എന്നാലോ ദൈവം പറഞ്ഞു, നീ കാത്തിരിക്കുക. He practiced that. അവൻ അത് അഭ്യസിച്ചു. He had no waiting experience before. മുമ്പ് നോക്കുമ്പോൾ തനിക്ക് ഇങ്ങനെ കാത്തിരിക്കുന്ന സ്വഭാവക്കാരനല്ല. But finally he practiced it. എന്നാൽ അവസാനം താൻ അഭ്യസിച്ച് ജീവിതത്തിൽ കൊണ്ടുവന്നു. So every now and then he went to the presence of God. 40 days he waited there. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ദൈവസന്നിധി കടന്നു ചെന്ന് 40 ഇങ്ങനെയാകുന്നു കാത്തിരിക്കേണ്ടി വന്നത്. Second, രണ്ടാമതായി, our promises to be fulfilled, we have to wait. നമുക്ക് ലഭിച്ച വാഗ്ദത്തങ്ങൾ നിറവേറ്റപ്പെടുവാൻ നാം കാത്തിരിക്കണം. God has given promises. ദൈവം നമുക്ക് വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. If he has given promises, surely he will fulfill. അവൻ നമുക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ വാഗ്ദത്തം അവൻ നിവർത്തിക്കും. In Hebrews chapter 6, 13 to 15, when we read, എബ്രായ ലേഖനം 6 അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കും. when God made promise to Abraham, അബ്രഹാമിന് ദൈവം വാഗ്ദത്തം ചെയ്തപ്പോൾ, because he could swear by no greater, he swore by himself, saying, surely blessing I will bless thee, and multiplying I will multiply thee. തന്നെക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്ത് ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു. So after he had patiently endured, he obtained the promise. അങ്ങനെ അവൻ ദീർഘക്ഷമയോടിരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. Whenever he promises in his name. എപ്പോഴൊക്കെ താൻ വാഗ്ദത്തം തരുന്നുവോ അപ്പോഴൊക്കെയും അവന്റെ നാമത്തിലാകുന്നു അവൻ വാഗ്ദത്തം തരുന്നത്. In prayer, with prayer we have to wait. നാം പ്രാർത്ഥനയോടുകൂടെ കാത്തിരിക്കണം. But to get promises, എന്നാൽ വാഗ്ദത്തങ്ങൾ പ്രാപിക്കാൻ how to wait? എങ്ങനെയാകുന്നു കാത്തിരിക്കേണ്ടത്? With praising we have to wait. നാം സ്തോത്രത്തോടുകൂടെ കാത്തിരിക്കണം. If we bring any particular matter, with prayer we have to wait. നാം ഏതെങ്കിലും ഒരു വിഷയമാകുന്നു കൊണ്ടുവരുന്നുവെങ്കിൽ നാം പ്രാർത്ഥനയോടുകൂടെ കാത്തിരിക്കണം. If God has promised it already, എന്നാൽ ദൈവം നമുക്ക് ഇതിനോടകം തന്നെ അത് വാഗ്ദത്തമായി നൽകിയിരിക്കുന്നുവെങ്കിൽ, and any time in our life we got that promise, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു വാഗ്ദത്തം ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നുവെങ്കിൽ, and for that promise we have to wait with praising. നാം ആ വാഗ്ദത്തത്തെ നിവൃത്തിയാകേണ്ടതിന് സ്തോത്രത്തോടുകൂടെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണം. But what we do? എന്നാൽ നാം എന്ത് ചെയ്യുന്നു? I am waiting, saying we will go and sleep. ഞാൻ കാത്തിരിക്കുകയാകുന്നു, എന്നാൽ ഞാൻ പോയി ഉറങ്ങും. Oh, let him do in his time. തന്റെ സമയത്ത് അവൻ ചെയ്തു കൊള്ളട്ടെ. After one month or 2 months or 2 years, let him do. I will sleep. ഒരു മാസത്തിനോ 2 മാസത്തിനോ വർഷത്തിന് ശേഷം ചെയ്തു കൊള്ളട്ടെ, ഞാൻ പോയി ഉറങ്ങാം. That is not a true waiting. എന്നാൽ അതല്ല യഥാർത്ഥമായ കാത്തിരിപ്പ്. And one of our brother, നമ്മുടെ ഒരു സഹോദരൻ, he got a ticket to go to Chennai. ചെന്നൈയിലേക്ക് പോകുവാൻ തനിക്കൊരു ടിക്കറ്റ് ലഭിച്ചു. He went to the counter. താൻ ആ കൗണ്ടറിലേക്ക് പോയി. He said, താൻ പറഞ്ഞു, please upgrade me. I am very tired. എനിക്ക് വളരെ ക്ഷീണമാകുന്നു, ദയവ് ചെയ്ത് എന്നെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. That man, he was very compassionate. He upgraded to business class. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യന് മനസ്സിലിവ് തോന്നി, ബിസിനസ് ക്ലാസ്സിലേക്ക് അപ്ഗ്രേഡ് കൊടുത്തു. He called me. He was very joyful mood. അപ്പോൾ വളരെ ആ വ്യക്തി എന്നെ വിളിച്ചു. അപ്പോൾ ഉടനെ തന്നെ താൻ വളരെ സന്തോഷവാനായിരുന്നു. I am upgraded to business class. ഞാൻ ബിസിനസ് ക്ലാസ്സിലാകുന്നു യാത്ര ചെയ്യുവാൻ. First time I am going to travel. ഇത് എന്റെ ഒന്നാം തവണയാകുന്നു. Without paying money, I am upgraded. പണം കൊടുക്കാതെ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടി. I was also happy. ഞാനും തനിക്ക് വേണ്ടി സന്തോഷവാനായിരുന്നു. After 2 hours, again I got a call. 2 മണിക്കൂറിന് ശേഷം എനിക്ക് വീണ്ടും ഒരു വിളി വന്നു. I asked, what happened to you? അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് സംഭവിച്ചു? Is it postponed? വിമാനം വൈകിയോ? No. It has gone. ഇല്ല, വിമാനം പോയി. How it has gone? എങ്ങനെ പോയി?
How you miss it? എങ്ങനെ നിനക്ക് നഷ്ടപ്പെട്ടു? No, I slept it there. ഇല്ല, ഞാൻ എങ്ങനെ ഉറങ്ങി. In gate itself, he slept. അവിടെ ഗേറ്റിൽ വെച്ച് തന്നെ താൻ ഉറങ്ങിപ്പോയി. They call his name again and again. വീണ്ടും തന്റെ പേര് വിളിച്ചു. He slept. താൻ ഉറങ്ങി, നല്ല ഉറക്കത്തിലായിരുന്നു. When he got up, it was so late. എന്നാൽ താൻ എഴുന്നേറ്റപ്പോൾ അധികം വൈകിയിരുന്നു. Already flight left. വിമാനം അതിനോടകം പോയിരുന്നു. Many times we do that. നമ്മളും പലപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യും. God has promised me. ദൈവം എനിക്ക് വാഗ്ദത്തം I ചെയ്തു. will sleep over it. ഞാനൊന്നും ചെയ്യേണ്ട, ഞാൻ ഉറങ്ങിക്കൊള്ളാം. We will keep the promises buried and we are sleeping over it. എവിടെയെങ്കിലും വാഗ്ദത്തം കുഴിച്ചിട്ടും പിന്നീട് നല്ല ഉറക്കമുറങ്ങും. We are not praising God. നാം ദൈവത്തെ സ്തുതിക്കുന്നില്ല. But in the life of Abraham, എന്നാൽ അബ്രഹാമിന്റെ ജീവിതത്തിൽ when he was 75 years, he got that promise. 75 വയസ്സ് തനിക്കുണ്ടായിരുന്നപ്പോൾ അവൻ ആ വാഗ്ദത്തം ലഭിച്ചു. After that, what he did? അതിനുശേഷം താൻ എന്ത് ചെയ്തു? He started praising God. അവൻ ദൈവത്തെ സ്തോത്രം ചെയ്യുവാൻ തുടങ്ങി. 80, 85, 90, 95, 99. Like that, years went on. 80, 85, 90, 95, 99 ഇങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. Only he was praising God. അവൻ ദൈവത്തെ സ്തുതിക്കുക മാത്രം. Therefore, what happened? അതുകൊണ്ട് എന്ത് ചെയ്തു? Grace increased. കൃപ വർദ്ധിച്ചു വന്നു. When we praise God, നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ grace will be multiplied. കൃപ പെരുകി വരുന്നു. When grace multiply, what grace does? കൃപ പെരുകി വരുമ്പോൾ കൃപ എന്ത് ചെയ്യുന്നു? That makes our heart strong. അത് നമ്മുടെ ഹൃദയത്തെ ബലപ്പെടുത്തുന്നു. Therefore, in Hebrews it is written, അതുകൊണ്ട് എബ്രായ ലേഖനത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു, not by meat, but by grace our heart must be strengthened. അതുകൊണ്ട് ആഹാരം കൊണ്ടല്ല, കൃപയാലത്രേ നമ്മുടെ ഹൃദയങ്ങൾ ബലപ്പെടേണ്ടത്. His heart was strengthened. അവന്റെ ഹൃദയം അങ്ങനെ ബലപ്പെട്ടു. He was not weak. അവൻ ബലഹീനനായിരുന്നില്ല. Even though he was 100, his heart was very strong. അവന് 100 വയസ്സുണ്ടായിരുന്നുവെങ്കിൽ തന്നെ തന്റെ ഹൃദയം നല്ല ബലമുള്ളതായിരുന്നു. He got that promise in God's time. ദൈവത്തിന്റെ സമയത്ത് തന്റെ ജീവിതത്തിൽ ആ വാഗ്ദത്തം നിവർത്തി. Therefore, in Romans chapter 4 verse 20, when we read, അതുകൊണ്ട് നാം റോമാലേഖനം 4-ാം അധ്യായം 20-ാം വാക്യം, he staggered not at the promise of God through unbelief, അവൻ അവിശ്വാസത്താൽ വാഗ്ദത്തങ്ങളിൽ സംശയിക്കാതെ, but was strong in faith, giving glory to God. എന്നാൽ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. Yes, in our life too, നമ്മുടെ ജീവിതത്തിലും God promised us so many things. അനേക കാര്യങ്ങൾ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തു. God promised unto the people of Israel land which flows milk and honey. ദൈവം ഇസ്രായേൽ ജനത്തിന് പാലും തേനും ഒഴുകുന്ന ഒരു ദേശത്തെ വാഗ്ദത്തം ചെയ്തു. They had to praise God and waiting for him. അവരോ അതിനുവേണ്ടി ദൈവത്തെ സ്തുതിച്ച് അതിനുവേണ്ടി കാത്തിരിക്കണം. But they murmured and complained, therefore they lost it. എന്നാൽ അവർ പിറുപിറുത്ത് പരാതി പറഞ്ഞത് കൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ടു. In Garden of Eden, it was told Messiah would come. ഏതേൻ തോട്ടത്തിൽ വെച്ച് തന്നെ മെസ്സിഹ കടന്നു വരുമെന്ന് പറയപ്പെട്ടു. Whole world had to wait 4,000 years. മുഴുവൻ ലോകം അതിനുവേണ്ടി 4000 വർഷം കാത്തിരിക്കേണ്ടി വരുന്നു. And Jesus promised Holy Spirit. Disciples had to wait. യേശു പരിശുദ്ധാത്മാവിനെ വാഗ്ദത്തം ചെയ്തു, ശിഷ്യന്മാരോ അതിനുവേണ്ടി കാത്തിരിക്കണം. And how they would be waiting? അവരെങ്ങനെ കാത്തിരിക്കണം? Definitely they would be praising God and waiting. അവർ തീർച്ചയായും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടായിരിക്കും അവർ കാത്തിരുന്നത്. Therefore, in the right time, Holy Spirit was sent. അതുകൊണ്ട് തക്ക സമയമായപ്പോൾ പരിശുദ്ധാത്മാവ് അയക്കപ്പെട്ടു. Thirdly, മൂന്നാമതായി, we have to wait for new strength. ഒരു പുതിയ ബലം, നവബലത്തിനായി നാം കാത്തിരിക്കണം. Every day we have to get a new strength from God. ഓരോ ദിവസവും ദൈവത്തിൽ നിന്ന് പുതുബലം നാം ധരിക്കണം. That is power of the Holy Spirit. അത് പരിശുദ്ധാത്മാവിന്റെ ശക്തി തന്നെയാകുന്നു. If we receive that power from above, ഉയരത്തിലുള്ള ശക്തി നാം പ്രാപിക്കുന്നുവെങ്കിൽ our hearts will be strengthened. നമ്മുടെ ഹൃദയങ്ങൾ ബലപ്പെട്ടിരിക്കും. In Isaiah 40:31, when we read, യെശയ്യാപ്രവാചക പുസ്തകം 40-ാം അധ്യായം അതിന്റെ 31-ാം വാക്യം നാം they വായിക്കുന്നു. that wait upon the Lord shall renew their strength. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. They shall mount up with wings as eagles. They shall run and be not weary, and they shall walk and not faint. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. This eagle wait for a particular time. ഈ കഴുകനെ സംബന്ധിച്ച് ഒരു പ്രത്യേക സമയത്തിനത് കാത്തിരിക്കുന്നു. Even it become older, it waits and renew its strength. അത് വാർദ്ധക്യത്തിലേക്ക് കടന്നു ചെന്നാലും അത് കാത്തിരുന്ന് അതിന്റെ ശക്തിയെ പുതുക്കുന്നു. In this time, or for to renew our strength, how to wait? നമ്മുടെ ബലത്തെ പുതുക്കേണ്ടതിന് നാം എപ്രകാരം കാത്തിരിക്കണം? With the strength of the Holy Spirit, we have to wait. പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ നാം കാത്തിരിക്കണം. We have to pray for anointing of the Holy Spirit to come upon us. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ മേൽ കടന്നു വരുവാൻ തക്കവണ്ണം നാം പ്രാർത്ഥിക്കുകയും ചെയ്യണം. Or that anointing, we have to give room for it again and again. അല്ലെങ്കിൽ അഭിഷേകത്തിന് വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ഇടം കൊടുക്കണം. And little anointing, in that we should not be satisfied. കുറച്ച് അഭിഷേകം നമുക്കുണ്ടെങ്കിൽ നാം അതിൽ തൃപ്തരായിരിക്കരുത്. In yesterday's anointing, today we should not be satisfied. ഇന്നലെ നമുക്ക് ലഭിച്ച അഭിഷേകം കൊണ്ട് ഇന്ന് നാം So തൃപ്തരായിരിക്കരുത്. every morning we must be filled in the Holy Spirit. അതുകൊണ്ട് രാവിലെ തോറും നാം പരിശുദ്ധാത്മാവിൽ നിറയപ്പെടണം. Then only that renewal of our strength
we can enjoy in our life. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ആ ശക്തി പുതുക്കുന്ന അനുഭവത്തെ നമ്മുടെ ജീവിതത്തിൽ ആസ്വദിപ്പാൻ കഴിയുകയുള്ളൂ. Another thing, we have to wait for leading and counsel. മറ്റൊരു വിഷയം എന്നത് നാം നടത്തിപ്പിനായി ആലോചനയ്ക്കായി കാത്തിരിക്കണം. God to lead our life, we have to wait. ദൈവം നമ്മുടെ ജീവിതത്തെ നടത്തേണ്ടതിനായി നാം കാത്തിരിക്കണം. Exodus chapter 13:21, when we read, പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന്റെ 21-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, and the Lord went before them by day in the pillar of cloud to lead them by the way, by night in the pillar of fire to give them light to go by day and night. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. It is true, God was before them. ദൈവം അവർക്ക് മുമ്പായി ഉണ്ടായിരുന്നു. Pillar of cloud, pillar of fire. മേഘസ്തംഭമായും അഗ്നിസ്തംഭമായും. But they had to wait that to move. എന്നാൽ അത് മുൻപോട്ട് പോകേണ്ടതിനായി ജനം കാത്തിരിക്കണമായിരുന്നു. In Numbers chapter 9, verse 14 to 23, when we read, സംഖ്യാപുസ്തകം 9-ാം അധ്യായം 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, especially last few verses when we read, പ്രത്യേകാൽ അവസാന ചില വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, for an example, verse 21. ഉദാഹരണമായി 21-ാം വാക്യം, So it was when the cloud abode from even upon the morning, and that the cloud was taken up in the morning, then they journeyed, whether it was by day or by night, that the cloud was taken up, they journeyed. ചിലപ്പോൾ മേഘം സന്ധ്യ മുതൽ ഉഷസ് വരെ ഇരിക്കും, ഉഷകാലം മേഘം പൊങ്ങി എങ്കിൽ അവർ യാത്ര പുറപ്പെടും. ചിലപ്പോൾ പകലും രാവും ഇരിക്കും, പിന്നെ മേഘം പൊങ്ങിയെങ്കിൽ അവർ യാത്ര പുറപ്പെടും. Or whether it were 2 days or a month or a year, the cloud tarried upon the tabernacle, remaining thereupon, the children of Israel abode in their tents and journeyed not, but when it was taken up, they journeyed. 2 ദിവസമോ ഒരു മാസമോ ഒരു സംവത്സരമോ മേഘം തിരുനിവാസത്തിന്മേൽ ആവസിച്ചിരുന്നാൽ ഇസ്രായേൽ മക്കൾ പുറപ്പെടാതെ പാളയമടിച്ച് താമസിക്കും. അത് പൊങ്ങുമ്പോഴോ അവർ പുറപ്പെടും. At the commandment of the Lord, they rested in the tents, and at the commandment of the Lord, they journeyed. യഹോവയുടെ കൽപ്പന പോലെ അവർ പാളയമിറങ്ങുകയും യഹോവയുടെ കൽപ്പന പോലെ യാത്ര പുറപ്പെടുകയും ചെയ്യും. They waited for the counsel of Moses. മോശയുടെ ആലോചനയ്ക്കായി അവർ കാത്തിരുന്നു. Till the time, they had to wait patiently. ആ സമയം വരെ അവർ സഹിഷ്ണുതയോടെ തന്നെ കാത്തിരിക്കണം. Now it is 2 weeks or a month or a year. Quickly we have to go. They can't say. 2 ആഴ്ച കഴിഞ്ഞുവല്ലോ, ഒരു മാസമായാലോ ഒരു വർഷമായാലോ വേഗത്തിൽ നമുക്ക് പോകണമെന്ന് പറഞ്ഞ് പുറപ്പെടുവാൻ If we quickly journey, quickly we can reach there. വേഗത്തിൽ യാത്ര ചെയ്താൽ വേഗത്തിൽ അവിടെ എത്തിച്ചേരുമല്ലോ. In certain place, God asks us to stay in that particular experience for a while. ചില പ്രത്യേക അനുഭവങ്ങൾ, ചില പ്രത്യേക ഇടങ്ങൾ നാം അവിടെ തന്നെ കാണപ്പെടണം, ചില സമയം കാണപ്പെടണമെന്ന് ദൈവം നമ്മോട് കൽപ്പിക്കുന്നു. For some places, quickly to cross, God permits. ചില ഇടങ്ങളിലാകുന്നു വേഗത്തിൽ അക്കരെ കടക്കുവാൻ ദൈവം നമ്മെ. Certain spiritual experience we experience, after that, quickly to move on, God permits. ചില ആത്മീയ അനുഭവങ്ങൾ പ്രാപിച്ചതിനു ശേഷം വേഗത്തിൽ മുമ്പോട്ട് പോകാൻ ചിലപ്പോൾ ദൈവം നമ്മെ അനുവദിക്കുന്നു. In certain places, we have to fix there and experience it. ചില സ്ഥലങ്ങൾ നാം അവിടെ നിന്നുകൊണ്ട് തന്നെ അനുഭവിക്കേണ്ടി വരുന്നു. Not only that, എന്ന് മാത്രമല്ല, that counsel we have to take from the Lord and move ahead. നാം ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ച് നാം മുമ്പോട്ട് പോകണം. In New Testament, not pillar of cloud, pillar of fire, but anointing of the Holy Spirit. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് അഗ്നിസ്തംഭവും മേഘസ്തംഭവും അല്ല, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താലുള്ള ആലോചന. And that Spirit of God will teach us very mind of God. ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ മനസ്സിനെ തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. Finally, ഒടുവിലായി even for the coming of the Lord we have to wait. കർത്താവിന്റെ വരവിനായി നാം കാത്തിരിക്കണം. That is another good experience. അതും മറ്റൊരു നല്ലൊരു അനുഭവമാകും. All of a sudden, I will get ready and I will be caught up. That is impossible. പെട്ടെന്ന് തന്നെ ഞാൻ ഒരുക്കപ്പെടും, ഞാൻ അങ്ങനെ എടുക്കപ്പെടും എന്ന് ചിന്തിക്കുക അസാധ്യമാകുന്നു. So many Bible verses we can read. അതിനെക്കുറിച്ച് അനേക വേദവാക്യങ്ങൾ നമുക്ക് വായിപ്പാൻ കഴിയും. In Peter, so many examples are given. പത്രോസ് എഴുതിയ ലേഖനത്തിൽ അനേക ഉദാഹരണം നൽകിയിരിക്കുന്നു. And we have to make ourselves perfect and we have to wait for his return. നാം നമ്മെ തന്നെ പൂർണ്ണരാക്കി അവന്റെ വരവിനായി കാത്തിരിക്കണം. Like a husbandman, how he patiently wait, like that we have to wait. കൃഷിക്കാരനെ എപ്രകാരം ഫലത്തിനായി ദീർഘക്ഷമയോടെ ഇരിക്കുന്നു, അപ്രകാരം തന്നെ നാമും കാത്തിരിക്കണം. In Isaiah 64:4, when we read, പ്രവാചക പുസ്തകം 64-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിലേക്ക് നാം കടന്നു for വരുമ്പോൾ, since the beginning of the world, men have not heard or perceived by the ears, neither have the ears seen, or God beside the what he had prepared for him that wait for him. നീ അല്ലാതെ ഒരു ദൈവം
ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. Yes, he is not slack concerning his promise. തന്റെ വാഗ്ദത്തത്തെ കുറിച്ച് അവൻ താമസിക്കുന്നവനല്ല. He is preparing a place for us. അവൻ നമുക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കുന്നു. After preparing a place, he will come and take us away. അവനൊരു സ്ഥലം ഒരുക്കിയതിനു ശേഷം അവൻ കടന്നു വന്ന് നമ്മെ എടുത്തുകൊള്ളും. Don't say he is slack concerning his promise. തന്റെ വാഗ്ദത്തത്തെ കുറിച്ച് അവൻ താമസിക്കുന്നുവെന്ന് നാം പറയരുത്. Where is the promise of his coming? Don't ask question. അവന്റെ വരവിന്റെ വാഗ്ദത്തം എവിടെ എന്നൊരു ചോദ്യം നാം ചോദിക്കരുത്. Why he is waiting? Don't say. എന്തുകൊണ്ട് ഇങ്ങനെ താമസിക്കുന്നുവെന്ന് നാം ചോദിക്കരുത്. And he is waiting for us. അവൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. Let us prepare ourselves, wait for him. നാം അവന് വേണ്ടി തയ്യാറായി അവന് വേണ്ടി കാത്തിരിക്കും. When will you come? നീ എപ്പോൾ കടന്നു വരും? When will you take me away? കർത്താവേ, നീ എപ്പോൾ എന്നെ കൊണ്ടുപോകും? How to wait for his return? എങ്ങനെയാകുന്നു അവന്റെ വരവിന് കാത്തിരിക്കേണ്ടത്? We have to wait for his return with sanctification. നാം വിശുദ്ധിയോടുകൂടെ അവന്റെ വരവിനായി കാത്തിരിക്കണം. With a perfection, we have to wait for him. പൂർണ്ണതയോടുകൂടെ നാം Let കാത്തിരിക്കണം. us surrender ourselves. May the Lord help us. നമ്മെ തന്നെ നമുക്ക് അതിനായി സമർപ്പിക്കാൻ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. കാത്തു കാത്തു നിൽക്കുന്നു നീ ഞാൻ യേശുവേ നിന്നാളിനായി. കാത്തു കാത്തു നിൽക്കുന്നേ ഞാൻ യേശുവേ നിന്നാളിനായി. നിൻ വരവിൻ ഭാഗ്യമോർത്താൽ ആനന്ദമെന്താനന്ദം. ലക്ഷ്യമേ എല്ലാം കാണുനേ മൽപ്രിയ മണാളനേ. എല്ലാം കാണുനേ മൽപ്രിയ മണാളനേ. എന്നുമേ വന്നിടുമോ പൊന്മുഖം ഞാൻ മത്തിടാൻ എന്നുമേ വന്നിടുമോ പൊന്മുഖം ഞാൻ മുത്തിടോ. ലക്ഷ്യമെല്ലാം കാണുനേ മൽപ്രിയ മണാ. മണാളനേ എന്നുമീകെ വന്നിടുമോ. He is preparing Zion and Jerusalem for waiting group of people. കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനത്തിന് വേണ്ടിയാകുന്നു അവൻ യെരൂശലേമിലെ സിയോനെ തയ്യാറാക്കുന്നത്. He is preparing eternal mansions for waiting group of people. കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനത്തിന് വേണ്ടിയാകുന്നു നിത്യ വാസസ്ഥലങ്ങൾ അവൻ ഒരുക്കുന്നത്. Yes, finally when we go, there will be a great joy. ഒടുവിലായി നാം അവിടെ ചെന്നെത്തുമ്പോൾ വലിയൊരു ആനന്ദം നമുക്ക്. All our waiting will be rewarded. നമ്മുടെ സകല കാത്തിരിപ്പിനും അവിടെ ഒരു പ്രതിഫലം ഉണ്ടാകും. All our patience will be rewarded. നമ്മുടെ സകല ദീർഘക്ഷമയ്ക്കും അവിടെ ഒരു പ്രതിഫലം ഉണ്ടാകും. Let us wait upon his presence അവന്റെ സന്നിധി നമുക്ക് കാത്തിരിക്കാം. with prayer, പ്രാർത്ഥനയോടെ, with praising, സ്തോത്രത്തോടെ, with sanctification, വിശുദ്ധിയോടെ, with filling in the Holy Spirit, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട്, and ardently giving importance for Holy Spirit guidance. പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിന് വേണ്ട പ്രാധാന്യം നൽകിക്കൊണ്ട് കാത്തിരിക്കാം. And let us surrender our body, soul and spirit. നമ്മുടെ ദേഹാത്മതകളെ സമർപ്പിക്കാം. Shadabaka tiribikatirabaka tiribikaraba sakaraba shidaba ribala sakaraba tiribikaraba katira rabala tiribikaraba katiraba shidaba tire ribala. Amen, 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 amen. If we wait, our heart will become stronger. നാം കാത്തിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയം ബലപ്പെടും. We will never put to shame. നാം ഒരിക്കലും ലജ്ജിച്ചു We will be honored. നാം മാനിക്കപ്പെടും. Yes, our God has promised He will do that. Father, let's all praise അതേ, God. നമ്മുടെ ദൈവം നമ്മോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അവൻ അത് നിവർത്തിക്കുമെന്നതിനായി ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. Those who are waiting, they will have share with tree of life.
കാത്തിരിക്കുന്നവർക്ക് ജീവവൃക്ഷത്തിൽ പങ്കുണ്ടായിരിക്കും. Yes, that share we have to get. God must enable us all. Father, let's all praise Him. ആ പങ്ക് നമുക്ക് ലഭിപ്പാൻ തക്കവണ്ണം ദൈവം തന്നെ നമ്മെ സഹായിക്കുമാറാകട്ടെ. അതിനായി ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. Praise the Lord, 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 praise the Lord. Surrendering our body, soul and spirit and praise God. ഒരിക്കൽ കൂടെ നമ്മുടെ ദേഹാത്മതകളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. நேசிக்கிற நல்லாண்டவரே, இந்த வேலை தந்தவன் நாளும் நன்றி துதிக்கிறோம், சோத்திரிக்கிறோம் சுவாமி. கடந்த நாட்களாம் கத்தாவே நீர் எங்களுக்கு எங்களுக்கும் நல்லவர் வல்லவர், எல்லாவற்றுக்கும் எல்லாம் ஆண்டவர். நாளுமே நன்றி துதிக்கிறோம், சோத்திரிக்கிறோம் ஆண்டவரே. இந்த பைபிள் ஸ்டடி தொடக்கும் முடிவரை ஆவியானவரை பொறுப்படுத்தப்பட்ட நாளுமே நன்றி துதி பாட்டு பாடி தேவசம் சந்தோஷம் அந்த கிருபை காயமே நன்றி துதிக்கிறோம் ஆண்டவரே. ராத்திரி வேலை கத்தர் பேசின நல்ல வார்த்தை காயமே நன்றி துதிக்கிறோம், சோத்திரிக்கிறோம் சுவாமி. கத்தாவே நீர் பேசணும் சொன்ன தாவே கத்தர் பேசின நல்ல வார்த்தைக்காக நன்றி ஒருத்தது. கத்தருக்கு காத்திருந்து அவர் உன்னை இதயத்தை சிறப்படுத்துவார். திடமனதா இருந்து கத்தருக்கு காத்திரு என்று கத்தர் இந்த ராத்திரி வேலையில கத்தர் எங்களோட பேசினபடி நாளும் நன்றியோடு துதிக்கிறோம், சோத்திரிக்கிறோம். எந்தெந்த காரியத்துக்காக நாங்கள் காத்திருக்க வேண்டும் என்று கத்தர் எங்களை பேசினபடி நாளும் நன்றியோடு துதிக்கிறோம். ஜெபத்தில் நாங்கள் காத்திருக்க எங்கள் கத்தர் எங்களுக்கு விசேஷமான கிருபை தர வேண்டும் ஆஜபிக்கிறோம் ஆண்டவரே. நீர் வாக்குத்தத்தை அந்த தேவன் ஆண்டவரே வாக்குத்தத்தம் பெறுவதற்கு நாங்கள் காத்திருக்க எங்களுக்கு விசேஷமான கிருபை தர வேண்டும் ஆஜபிக்கிறோம். பரிசுத்த ஆவிக்கு வேண்டும் காத்திருக்க கத்தர் உதவி செய்ய வேண்டும் ஆஜபிக்கிறோம். புது பலத்துக்காக நாங்கள் காத்திருக்க எங்கள் கத்தர் எங்களுக்கு உதவி செய்ய வேண்டும் ஆஜபிக்கிறோம் சுவாமி. தாவே பரிசுத்த ஆவியை எங்களை நடத்துவதாக நாங்கள் எப்போது காத்திருக்கிறவர்களாய் காணப்பட கத்தர் எங்களுக்கு உதவி செய்ய வேண்டும் ஆண்டவரே. உங்களுடைய வருகைக்காய் ஒவ்வொருவரும் காத்திருக்கிறவர்களாய் காணப்பட கத்தர் எங்களுக்கு விசேஷமான கிருபை தர வேண்டும் ஆஜபிக்கிறோம். பேசின வசம்படியா ஜீவிக்க விசேஷமான கிருபை தர எங்களை தாழ்த்துவதற்காய் தகுதிப்படுத்தும் இயேசு கிறிஸ்து நல்ல பிதாவே. Amen. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Now may the grace of the Lord Jesus Christ, love of Father, and the sweet fellowship of the Holy Spirit rest and abide with us all, now and until Jesus Christ returns in His glory. Hallelujah. 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 Praise the Lord. Praise. God bless you.